Hi friends, welcome to 90 Plus My Tuition App. മനുഷ്യ ശരീരത്തിൽ 5 സെൻസ് ഓർഗൻസ് ആണ് കാണപ്പെടുന്നത്. അതിൽ കണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെൻസ് ഓർഗൻ. ഇന്ദ്രിയാനുഭവങ്ങളുടെ 80% പ്രദാനം ചെയ്യുന്നത് കണ്ണുകളാണ്. എങ്ങനെയാണ് കണ്ണിന്റെ ഘടന കാഴ്ചയ്ക്ക് അനുയോജ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? Describe the structure of eye. കണ്ണിന്റെ ഘടന വിശദീകരിക്കുവാനാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണിന് 3 പാളികളാണുള്ളത്. സ്ക്ലീറ അഥവാ ദൃഢപടലം, കൊറോയിഡ് അഥവാ രക്തപടലം ആൻഡ് റെറ്റിന. ഇവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നും ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്നും നോക്കാം. സ്ക്ലീറ ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ ഐ. കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് സ്ക്ലീറ. കണക്റ്റീവ് ടിഷ്യൂസ് അഥവാ സംയോജക കലകളാൽ നിർമ്മിതമാണ് ഈ ലെയർ. ഇത് കണ്ണിന് ദൃഢത നൽകുന്നു. 2 ഭാഗങ്ങളാണ് സ്ക്ലീറയ്ക്കുള്ളത്: കോർണിയ ആൻഡ് കൺജക്റ്റൈവ. കോർണിയ എന്നത് സ്ക്ലീറയുടെ ആന്റീരിയർ പോർഷനിൽ വരുന്ന ട്രാൻസ്പെറന്റ് പാർട്ടാണ്. ഇതിലൂടെയാണ് ലൈറ്റ് റേസ് കണ്ണിലേക്ക് പ്രവേശിക്കുന്നത്. കൺജക്റ്റൈവ എന്നത് സ്ക്ലീറയുടെ കോർണിയ ഒഴികെയുള്ള ഭാഗമാണ്. അടുത്ത ലെയർ ആണ് കൊറോയിഡ്. ധാരാളം ബ്ലഡ് വെസൽസ് നമുക്ക് ഈ ലെയറിൽ കാണാൻ സാധിക്കും. ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ് ആൻഡ് സീലിയറി മസിൽസ് എന്നിവയാണ് കൊറോയിഡിന്റെ ഭാഗങ്ങൾ. ഐറിസ് എന്നത് കോർണിയയ്ക്ക് തൊട്ടു പിറകിലായി കാണുന്നു. മെലാനിൻ എന്ന പിഗ്മെന്റ് ഇവിടെയാണ് കാണുന്നത്. ഐറിസിന്റെ സെന്റർ പോർഷനിൽ നമുക്കൊരു അപ്പർച്ചർ കാണാം. ഈ സുഷിരത്തെയാണ് പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നത്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഈ പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുന്നു. അടുത്ത ഭാഗമാണ് ലെൻസ്. ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിൽ കാണുന്നത്. ഇത് സ്നായുക്കൾ അഥവാ ലിഗമെന്റ്സ് വഴി സീലിയറി മസിൽസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അടുത്ത ലെയർ ആണ് റെറ്റിന. ഇത് കണ്ണിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ്. ഇവിടെ പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നു. ഫോട്ടോ റിസപ്റ്റേഴ്സ് കൂടുതലായി കാണപ്പെടുന്ന റെറ്റിനയുടെ ഭാഗമാണ് യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു. എന്നാൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണാത്തതും നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായ റെറ്റിനയുടെ ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു. എന്താണ് ഒപ്റ്റിക് നെർവിന്റെ ഫംഗ്ഷൻ? കണ്ണിൽ ഫോം ചെയ്യുന്ന ആവേഗങ്ങൾ, അതായത് ഇമ്പൾസസ്, ബ്രെയിനിലേക്ക് എത്തിക്കുക എന്നതാണ് ഒപ്റ്റിക് നെർവിന്റെ ഫംഗ്ഷൻ. ഇത്രയും ഭാഗങ്ങൾ മാത്രമല്ല, 2 അറകളും കണ്ണിൽ കാണുന്നു. അക്വസ് ആൻഡ് വിട്രിയസ് ചേംബേഴ്സ്. അക്വസ് ചേംബറിൽ അക്വസ് ഹ്യൂമർ ഫിൽ ചെയ്തിരിക്കുന്നു. ഇത് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുകയും ഐ ടിഷ്യൂസിന് നറിഷ്മെന്റ് ആൻഡ് ഓക്സിജൻ നൽകിയതിനു ശേഷം തിരിച്ച് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ചേംബർ ആണ് വിട്രിയസ് ചേംബർ. ഈ അറയ്ക്കുള്ളിൽ വിട്രിയസ് ഹ്യൂമർ എന്ന ഫ്ലൂയിഡ് ഫിൽ ചെയ്തിരിക്കുന്നു. ഇത് കണ്ണിന് ഷേപ്പ് നൽകുന്നതിന് സഹായിക്കുന്നു. ഇത്രയുമാണ് കണ്ണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. So that's all about the structure of eye.